ഇപ്പോൾ കേരള സർവകലാശാലയിലെ സംഘർഷ സാധ്യതയാണ് ഉള്ളത്. പോലീസുമായി ഉന്തും തള്ളും നടക്കുന്ന സാഹചര്യമാണ്. ജാതി അധിക്ഷേപ പരാതി ഉയർന്നതിന് പിന്നാലെ ഉണ്ടായിരിക്കുന്ന നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്നത്. SFI പ്രതിഷേധം നടത്തുകയാണ്. പോലീസുമായി വലിയ രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന സാഹചര്യമാണ് കേരള സർവകലാശാലയിൽ. കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വിഭാഗം മേധാവിക്കെതിരെ ഉയർന്ന ജാതി അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SFIയുടെ പ്രതിഷേധം കേരള സർവകലാശാലയിൽ നടക്കുന്നത്. അല്പം മുമ്പ് തന്നെ BJP സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സർവകലാശാലയിൽ. എന്താണെങ്കിലും സംഘർഷം അനുനയിക്കപ്പെടുന്നതിന്റെ സൂചനകളാണ് അവിടെ നിന്ന് വരുന്നത്. പോലീസുമായി നേരിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായ ശേഷം പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഹാൻസ് ജോൺ ഉണ്ട് അവിടെ നിന്ന്. ഹാൻസ്, കാര്യങ്ങൾ ഏത് രീതിയിലാണ് പോകുന്നത്? SFI കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത് ഏതു സാഹചര്യത്തിലാണ്? തർക്കം അതിരിവിടുന്ന സാഹചര്യമൊക്കെ കണ്ടിരുന്നല്ലോ അല്പം മുമ്പ്. തീർച്ചയായും സംഗീത, ഈ കേരള സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥി വിപിൻ വിജയന്റെ ജാതി അധിക്ഷേപ പരാതി, ഈ വിഷയത്തിലാണ് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സംസ്കൃത വകുപ്പ് മേധാവിയായിട്ടുള്ള ഡോക്ടർ വിജയകുമാരിക്കെതിരെയാണ് ഈ ഗവേഷണ വിദ്യാർത്ഥിയായിട്ടുള്ള വിപിൻ വിജയൻ പരാതി ഉന്നയിച്ചത്. തന്നെ നിരന്തരമായി ജാതി പറഞ്ഞ് അവഹേളിച്ചു. വർഷങ്ങളായി ഇത്തരത്തിലുള്ള അവഹേളനം തുടർന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് ഡോക്ടറേറ്റ് നൽകാതിരിക്കാനുള്ള കത്ത് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചത് എന്നാണ് വിപിൻ വിജയന്റെ പരാതിയിൽ പറയുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. ആദ്യഘട്ടത്തിൽ സർവകലാശാല ആസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞിരുന്നു. പക്ഷേ ഈ ബാരിക്കേഡ് ചാടിക്കടന്നുകൊണ്ട് പ്രവർത്തകർ എല്ലാവരും തന്നെ സർവകലാശാല കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിനിടയിൽ ഒരു റൗണ്ട് ജലപീരങ്കി പോലീസ് ഉപയോഗിച്ചെങ്കിലും അത് പ്രവർത്തകരെ തടയാനായില്ല. പ്രവർത്തകർ എല്ലാവരും ചേർന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് ഓടിയെത്തുകയും ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ സർവകലാശാല ആസ്ഥാനത്തേക്ക് കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന വാതിലിന് പുറത്തിരുന്നു കൊണ്ട് അവർ വിളിക്കുകയാണ്. വൈസ് ചാൻസലർക്കെതിരെയും ഒപ്പം തന്നെ ഡോക്ടർ CN വിജയകുമാരിക്കെതിരെയുമാണ് SFIയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. RSS അജണ്ട നടപ്പിലാക്കാനാണ് കഴിഞ്ഞ നാളുകളിൽ വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ ഭാഗമായിട്ടാണ് ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ നടപടി സ്വീകരിക്കാതെ അവർക്ക് അനുകൂലമായ ഒരു നിലപാട് വൈസ് ചാൻസലർ സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് സെനറ്റ് യോഗം നടക്കുകയാണ്. ഈ സെനറ്റ് യോഗത്തിനുള്ളിൽ ഇടത് സെനറ്റ് സിൻഡിക്കേറ്റ് അംഗങ്ങളും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വൈസ് ചാൻസലറോട് നേരിട്ട് അറിയിച്ചിരിക്കുന്നത്. യോഗം തുടങ്ങിയ സമയം മുതൽ തന്നെ ഡോക്ടർ CN വിജയകുമാരിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒരു നടപടി സ്വീകരിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി നൽകാനോ വൈസ് ചാൻസലർ ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്തായാലും SFIയുടെ പ്രതിഷേധം പുരോഗമിക്കുകയാണ്. പ്രവർത്തകരെല്ലാവരും തന്നെ സർവകലാശാല ആസ്ഥാനത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. സംഗീത. ശരി ഹാൻസ്. ഹാൻസ്, ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധം അതിനി കൂടുതൽ തലത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ടോ? എന്താണ് കരുതുന്നത്?
കേരള സർവകലാശാലയിൽ SFI പ്രതിഷേധം എന്താണെങ്കിലും ശക്തമായി തന്നെ നടക്കുകയാണ്. കാര്യവട്ടം ക്യാമ്പസിലെ സംസ്കൃത വകുപ്പ് മേധാവി ഡോക്ടർ വിജയകുമാരിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണിപ്പോൾ കേരള സർവകലാശാലയിൽ നടക്കുന്നത്. ഹാൻസ് ജോണാണ് നമ്മളോട് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. കേരള സർവകലാശാലയിൽ അങ്ങനെ നാടകീയ രംഗങ്ങൾ നടക്കുകയാണ്. ജാതി അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ടുയർന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സർവകലാശാലയെ കലുഷിതമാക്കിയിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് SFI സർവകലാശാലയിൽ നടത്തിവരുന്നത്.